LIC ഓഫ് ഇന്ത്യ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് ഓൾ ഏജന്റ്സ് മീറ്റിംഗ് നടത്തി. LIC ഓഫ് ഇന്ത്യ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് ഓൾ ഏജന്റ്സ് മീറ്റിംഗ് വ്യാപാര ഭവനിൽ നടന്നു. തൃശൂർ ഡിവിഷണൽ മാനേജർ പ്രീത ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. സീനിയർ ബ്രാഞ്ച് മാനേജർ സി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പക്ഷേങ്കിലും നമ്മൾ ഇപ്രാവശ്യം ഉദ്ദേശിക്കുന്നത് കാരണം ഒരു ഡ്രീം ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. 10,000 പോളിസി നമ്മൾ ചെയ്തുകൊണ്ട് റെക്കോർഡുണ്ടാക്കാൻ ഡ്രീം ടാർഗറ്റ് നമ്മൾ ഇപ്രാവശ്യം ആൾറെഡി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് നമ്മൾ 10,000 പോളിസി ചെയ്ത് 2015-16 2015-16 നമ്മൾ 10,070 പോളിസി ചെയ്തു. 10,070 പോളിസി. അപ്പോൾ ഇത് 2026-27 ഏകദേശം 11 വർഷം ശേഷം 10,000 പോളിസി 2015-16 ചെയ്ത പോളിസി നമ്മൾ ഇപ്രാവശ്യം ചെയ്യണം. 2015-16 നമുക്ക് 595 മാർക്ക് കൂടിയിട്ടാണ് 10,070 പോളിസി ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോഴും 624 ANMR. ആ 624 ANMR കൊണ്ട് നമ്മൾ 10,000 പോളിസി ഡ്രീം ടാർഗറ്റ് ഒരു ചരിത്രം സൃഷ്ടിക്കണം. കാരണം കൊടുങ്ങല്ലൂർ എപ്പോഴും ചരിത്രം സൃഷ്ടിച്ച പാരമ്പര്യം കൊടുങ്ങല്ലൂരിനുള്ളൂ. കൊടുങ്ങല്ലൂരിന് മണ്ണിൽ സംസാരിക്കുമ്പോൾ കൊടുങ്ങല്ലൂരിന്റെ മഹത്തായ പൈതൃകത്തെക്കൊള്ളും അദ്ദേഹം മുസ്ലിംസിനെ കുറിച്ചായാലും ചരൺപള്ളി ആയാലും കൊടുങ്ങല്ലൂരമ്മയായാലും എന്തും അതായത് ഇന്ത്യക്ക് മാതൃകാപരമായ രീതിയിൽ സാംസ്കാരിക പൈതൃകമുള്ള നാട്. കണ്ണകി പ്രതിഷ്ഠിത ഇവിടെയാണ്. സ്നേഹത്തിന്റെ നാടാണ്, സ്നേഹത്തിന്റെ ബിംബമാണ്. അത്തരത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ഇപ്പോൾ കാസർഗോഡ് നിന്ന് വന്നിട്ട് ഇവിടെ ഞാൻ വർക്ക് ചെയ്തിട്ട് കഴിഞ്ഞ ഒരു വർഷം എനിക്ക് മനസ്സിലാക്കിയത് ജനങ്ങൾ വളരെ സ്നേഹനിധിയാണ്. ഇപ്പൊ കസ്റ്റമർ എടുക്കാൻ പോവുകയാണെങ്കിൽ ഏജന്റുമാർ ഇത്രയും അതായത് കൈകാര്യം ചെയ്യാൻ ഇത്രയും മനോഹരമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏജന്റുമാർ എൻ്റെ ചരിത്രത്തെ എൻ്റെ മാർക്കറ്റിംഗ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കൊടുക്കാൻ പറയുന്നതല്ല, ഞാൻ ഡേ ടു ഡേയിൽ പറയുന്ന കാര്യങ്ങളാണ്. അതായത് ബ്രാഞ്ചിന് വേണ്ടിയിട്ട് പലതും ചെയ്യുന്ന ഏജന്റുമാർ. കാരണം അതിന് ബെസ്റ്റ് എക്സാമ്പിൾ കഴിഞ്ഞ ഈ മാസം നമ്മൾ അതായത് ജീവൻ സാത്തി പ്ലാൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ജീവൻ സാത്തി ലോഞ്ച് ചെയ്യുമ്പോൾ എന്നോട് SDM മേഡം അന്ന് തലേദിവസം വൈകുന്നേരം മാർക്കറ്റിംഗ് മാനേജർ മനോജ് മാത്യു പ്രോജക്റ്റുകളെക്കുറിച്ച് ക്ലാസ് നയിച്ചു. സെയിൽസ് മാനേജർ വിൽസൺ ജോർജ്, ബ്രാഞ്ച് മാനേജർ ആദർശ്, രേഖ എന്നിവർ സംസാരിച്ചു. ഈ വർഷം SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഏജന്റുമാരുടെ മക്കൾക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ സമ്മാനിച്ചു.